ഈ ഒരു സംഭവം നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ എന്നും വൈകിട്ട് ഇപ്പം നടക്കാൻ പോകുന്നത് അമ്പലത്തിൻ്റെ വഴിയാട്ടോ. അപ്പോൾ ഓരോ പരിപാടിയും പ്രോഗ്രാമൊക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ പോക്ക്. ഇതിപ്പോൾ കുറച്ചും കൂടി ഇങ്ങോട്ടേക്കായിട്ട് വെച്ചിട്ടുണ്ട്. ഘോഷയാത്രയൊക്കെ ഉള്ളതുകൊണ്ടാണ് കുറച്ചും കൂടെ ലൈറ്റ് കൂടുതൽ വെച്ചത്. ഇതാണ് വില്ലുമ്മേൽ തൂക്ക്. അപ്പോൾ ഇത് ലാസ്റ്റത്തതാണ് ഞങ്ങൾ എത്തിയപ്പം നടക്കുന്നത്. ഇത് ഞങ്ങൾ ചെന്നപ്പോഴാണ് ഇത് തുടങ്ങിയത്. ഇത് പിള്ളത്തൂക്കം എന്ന് പറയും. ലാസ്റ്റ് ഒരു കുഞ്ഞു കുട്ടി ഉണ്ടായിരുന്നു. ആ കുഞ്ഞു കുട്ടീൻ്റെ ഇതാണ് ഈ ഒരു ഇതിൽ നടക്കുന്നത്. അപ്പോൾ അവരെ അപ്പൂപ്പനാണ് ഈ നിൽക്കുന്നത്, ഈ ഒരു ഇതിൽ നിൽക്കുന്നത്. അപ്പം ഞാനിത് ആദ്യമായിട്ടാട്ടോ കാണുന്നത്. അങ്ങനെ കാണാൻ പറ്റുമെന്നൊന്നും വിചാരിച്ചില്ല. ഞങ്ങൾ വേഗം നടന്നായിരുന്നു. എന്തായാലും നടക്കാൻ പോകണം. അപ്പോൾ ഈ വഴിക്ക് അങ്ങനെ പോയാൽ അമ്പലത്തിലെ പരിപാടിയും കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വന്നത്. 7 മണി 7:30 ആകുമ്പോഴേ കഴിയുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് ലാസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് കാണാനും പറ്റി. ദേ കണ്ടില്ലേ, അവർ ഒരു കുഞ്ഞു കുട്ടിയുണ്ട്. ആ കുഞ്ഞു കുട്ടീനെ അവർ തൊട്ടിട്ടേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട്, വേറെ ഒരാൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തൊട്ട് ഒരു റൗണ്ട് അടിച്ചു കേട്ടോ. എന്നിട്ട് ഈ സൈഡിലെത്തിയിട്ട് കുഞ്ഞിനെ അവിടെ ഏൽപ്പിച്ചിട്ട് പിന്നെ ഒരു 3 റൗണ്ട് ഇങ്ങനെ റൗണ്ട് അടിക്കണം. അപ്പം അതാണ് ഇവിടെ നടക്കുന്നത്. കുറേ കുട്ടികളുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ കുട്ടികളെ എത്ര കുട്ടികളുണ്ടെന്ന്. അപ്പം അത്രയും കുട്ടികളത് ഇവിടെ കഴിഞ്ഞു. 4 മണിക്കെങ്ങാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്ക് 7:30 7:45 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ അപ്പോഴേക്കും ഒരുവിധമൊക്കെ കഴിഞ്ഞു. അങ്ങനെ എന്തായാലും ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായി, ലാസ്റ്റത്തെങ്കിലും കാണാൻ പറ്റില്ലോ എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ആ കുഞ്ഞിനെ അവിടെ ഏൽപ്പിച്ചിട്ട് ബാക്കി ഇങ്ങനെയാണ് തൂക്കം നടക്കുന്നത്. അപ്പം ബാക്കി വലിയ കുട്ടികളതൊക്കെ ഇതേപോലെയാണെന്ന് തോന്നുന്നു. 3 തൂക്കം ഇങ്ങനെ നടക്കുന്നത്. അങ്ങനെ എന്തായാലും 10 ദിവസത്തെ ഉത്സവം ഇവിടെ കഴിയാനായി. 9ാമത്തെ ദിവസമാണ്. ഇനി 10ാമത്തെ ദിവസമാണ് ആറാട്ട് ബലിയും ആറാട്ട് ഒക്കെ നടക്കുന്നത്. അത് തുമ്പ കടപ്പുറത്തൊക്കെ വെച്ചിട്ടാണ്. അങ്ങനെ ഈ ഘോഷയാത്ര പോലെ അങ്ങനെ പോകും കേട്ടോ. അപ്പം അത് കാണാൻ പോകണം. പറ്റുവാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കും. അങ്ങനെ 3ാമത്തതും കഴിഞ്ഞ് അവരിവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ നല്ല ആഘോഷമായിരുന്നു. നല്ല തോർത്തുമുണ്ടൊക്കെ കൊണ്ടൊക്കെ ഡാൻസൊക്കെ കളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ മൊത്തം ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ എന്ത് ചെയ്തു, നടക്കാൻ തന്നെ പോയി. എന്തായാലും നടക്കണം. അപ്പോൾ പിന്നെ ഈ വഴിക്ക് ആയതുകൊണ്ട് ഇങ്ങനെയെങ്കിലും കാണാൻ പറ്റി. അതേ കണ്ടില്ലേ, മൊത്തം ഡെക്കറേഷനാണ്. ഇപ്പോൾ കുറച്ച് വീഡിയോ ആയിട്ട് ഞാൻ ഇത് തന്നെയാണ് ഇടുന്നത്, ഈ അമ്പലത്തിൽ ഓരോ പരിപാടിക്ക് പോയതും ഒക്കെ. നിങ്ങളുടെ നാട്ടിൽ അമ്പലത്തിൽ ഇങ്ങനെ വില്ലുമ്മേൽ തൂക്കം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.